ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവ്വമായ. ചിത്രം കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഒരേ സമയം എല്ലാ ദിവസവും മികച്ച കളക്ഷനാണ് നിലവിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുപ്രകാരം ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് 22,60,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 ദിവസം കൊണ്ട് 3,40,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് $3.1 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 27 കോടി രൂപ. അപ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് 52 കോടിയായിരുന്നു. എന്നാൽ 53 കോടി രൂപയാണ് 5 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി സിനിമയുടെ ആദ്യ ദിവസം മുതലുള്ള ഓരോ ദിവസത്തെയും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച 8,30,00,000 രൂപയും, രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 10,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച 13,18,00,000 രൂപയും, നാലാം ദിവസമായ ഞായറാഴ്ച 13,01,00,000 രൂപയുമാണ് നേടിയെടുത്തിരുന്നത്. അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച 7,79,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ നേടിയെടുത്തിരുന്നത്. ഇനി ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 4,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 27 കോടിക്ക് മുകളിലാണ് 6 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ തന്നെ നേടിയെടുത്തിരിക്കുന്നത്. 6 ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 4 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി തന്നെ 6 ദിവസം കൊണ്ട് 31 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ചൊവ്വാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7.5-8 കോടി റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 60 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ആദ്യ വിജയ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 36,94,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 26-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 9 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 37,03,00,000 രൂപയാണ് ആദ്യ 26 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 83,40,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോകുലം മൂവീസിന്റെ മറൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ദിലീപ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു എന്നിങ്ങനെ താരതരയുള്ള ഈ സിനിമയുടെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 25,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 13-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 21 ലക്ഷം രൂപയാണ്. അങ്ങനെ 25,85,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 13 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 46 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച് നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഋഷഭ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 1,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് പൂർത്തിയാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 40 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 23,81,00,000 രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 50 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഫീഷ്യലായി പുറത്തു വന്നിരുന്നു. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 48 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 4 വാരമായി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയുടെ ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യദർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഡിസംബർ 5 തിയേറ്ററിലെത്തിയിരുന്നത്. ചിത്രം കേരളത്തിൽ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 26 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 6,10,00,000 രൂപയാണ്. ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ആദ്യ 25 ദിവസം കൊണ്ട് ഈ സിനിമ 1,082 കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. 26-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ചയോടെ മാത്രമാണ് ഈ സിനിമ 1,100 കോടിക്ക് മുകളിൽ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 1,125 കോടി രൂപ നേടിയെടുത്തിരിക്കുകയാണ്. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് തൂ മേരി മേം തേര തൂ മേരി. സമീർ വിദ്വാൻസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ, നീന ഗുപ്ത, ജാക്കി ഷറഫ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 12,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 33 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 40 കോടി രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.